ഒരു നൂറ്റാണ്ട് മുമ്പ് കേരളം ഭ്രാന്താലയമാണെന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞപ്പോൾ ഇത്രയും ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇപ്പോഴതും സംഭവിച്ചു. ഇതെല്ലാം മുൻകൂട്ടി കണ്ടിട്ടായിരിക്കും സ്വാമി വിവേകാനന്ദൻ അന്നേ ഇതെല്ലാം ഒരുപക്ഷെ വിളിച്ചു പറഞ്ഞത്. ലോക ചരിത്രത്തിൽ തന്നെ ആചാരങ്ങൾ കൃത്യമായി പാലിച്ചില്ലെന്ന് പറഞ്ഞ ഒരു പുരോഹിതനെ അറസ്റ്റ് ചെയ്യുന്നത് ആദ്യമായിരിക്കാം. ശബരിമലയിലെ ആചാരങ്ങളുടെ ആചാര്യനായ തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ അവിടെ നൽകിയ റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണിത്. മറ്റുള്ളവരുമായി ചേർന്ന് തട്ടിപ്പ് നടത്തിയെന്നോ തട്ടിപ്പിൽ പങ്കാളിയാണെന്നോ ഒന്നും അതിലില്ല. അപ്പോൾ പിന്നെ രാജീവിന് എവിടെയാണ് പിഴച്ചത്? ശബരിമലയിൽ എപ്പോഴും രണ്ട് ഭരണമാണ്. ഒന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെതും, രണ്ട് ആചാരപരമായ കാര്യങ്ങളെ പറ്റിയുള്ള തന്ത്രിയുടെ ഭരണവും. ആചാരകാര്യങ്ങളിൽ അവസാന വാക്ക് തന്ത്രിയാണെങ്കിലും അത് നിർദ്ദേശിക്കുക മാത്രം ചെയ്യാനുള്ള അധികാരമേ അദ്ദേഹത്തിനുള്ളൂ. അത് നടപ്പിലാക്കേണ്ട ചുമതല തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതിയായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ തന്നെയാണ്. ഒന്നിൽ കൂടുതൽ പ്രാവശ്യം പല വിഷയങ്ങളെ പറ്റിയും തന്ത്രി നൽകിയ ഉപദേശങ്ങൾ ഭരണസമിതി ചെവിക്കൊണ്ടിട്ടില്ലെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം ഒന്നിൽ കൂടുതൽ പ്രാവശ്യം രേഖ മൂലം കൊടുത്തതുപോലും ഇന്ന് രേഖകളിലില്ല. അതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ശബരിമലയിലെ സ്ത്രീ പ്രവേശം. സ്ത്രീകൾ പ്രവേശിച്ച് ആചാര ലംഘനം നടക്കാൻ പാടില്ലെന്നും ഇനി അതിന് ശ്രമിച്ചാൽ താൻ ശ്രീകോവിൽ പൂട്ടി വീട്ടിൽ പോകുമെന്ന് തുറന്നടിച്ച ധൈര്യശാലി തന്നെയാണ് തന്ത്രി രാജീവൻ. സംഘടിത ശക്തി തന്ത്രിയെ ഭയപ്പെടുത്തിയിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമുണ്ടാകാൻ സാധ്യതയില്ല. പിന്നെ ഇതെല്ലാം പത്രസമ്മേളനം നടത്തി പുറത്തു പറയാത്തത് എന്താ എന്നാണ് പലരും ചോദിക്കുന്നത്. അതിനെല്ലാം പരിമിതികൾ ഉണ്ടെന്നാണ് അദ്ദേഹത്തിനോട് അടുത്ത കേന്ദ്രങ്ങൾ പറയുന്നത്. പിന്നെ തന്ത്രി എന്ന നിലയിൽ അവർക്ക് കിട്ടുന്ന ദക്ഷിണകളും മറ്റു കാര്യങ്ങളും ഓർത്ത് ആരും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഒരു തന്ത്രി എന്ന നിലയിൽ തന്റെ കീഴിൽ ദേവസ്വം ബോർഡ് നിയമിച്ചിരിക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിമാരെ മാറ്റി നിർത്തേണ്ട കാര്യമൊന്നും തന്ത്രിക്കില്ല. ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ വരുന്ന പൂജാതി കാര്യങ്ങൾ അറിയാവുന്നവരെ ജീവിതം പച്ചപിടിച്ചു പോകട്ടെ എന്ന് കരുതി ചിലപ്പോൾ സഹജീവി എന്ന നിലയിൽ ദേവസ്വത്തിന് പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ടാകാം. ഓടി നടന്ന് പണിയെടുക്കുന്നവരെ കൂടുതൽ പണിയേൽപ്പിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ട് ഒന്നും തന്ത്രിയും പോറ്റിയും തമ്മിൽ അവിഹിത ബന്ധമുണ്ടെന്ന് പറയാൻ സാധിക്കില്ല. ലഭ്യമാകുന്ന വിവരമനുസരിച്ച് തന്ത്രി പ്രതിയായി വന്നാൽ എല്ലാവർക്കും തടിയൂരാമെന്ന് ഏതോ പ്രഗത്ഭനായ അഭിഭാഷകൻ നൽകിയ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം തന്ത്രിയെയും വലിച്ചിഴച്ചതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ബ്രിട്ടാനിയ രാജംപിള്ളയുടെ അവസ്ഥ തന്ത്രിക്ക് വരുവാൻ അയ്യപ്പൻ അനുവദിക്കുമെന്ന് തോന്നുന്നില്ല. പക്ഷെ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം തന്ത്രിയുടെ തലയിൽ കെട്ടിവെച്ച് തന്ത്രിയുടെ ഈ അറസ്റ്റോടുകൂടി ഈ കേസ് അവസാനിക്കണമെന്നുള്ള ആഗ്രഹമാണ് എങ്കിൽ അത് നടക്കില്ല. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കണം. തന്ത്രി ഗുരുതരമായ അവസ്ഥയിൽ തന്നെയാണ് ICUയിൽ കഴിയുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം. വിവരങ്ങൾ പുറത്തേക്ക് വിടുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ശരിയും തെറ്റും അയ്യപ്പൻ തീരുമാനിക്കട്ടെ.